മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 19-നാണ് അദ്ദേഹത്തെ എയിംസിലെ അടിയന്തര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത പനിയും നെഞ്ചിലെ അണുബാധയെയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും വീണ്ടും വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ICUവിൽ തുടരുകയായിരുന്നു. ന്യൂമോണിയ ബാധിച്ചാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായത്. അദ്ദേഹം അടുത്തിടെ തിമിര ശസ്ത്രക്രിയയ്ക്കും വിധേയനായിരുന്നു. CPMന് വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. CPMന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സാമീപ്യം നമുക്ക് കാണാൻ സാധിക്കും. ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ സ്വദേശിയായ സ്വരേശ്വര സോമയാജുല യെച്ചൂരിയുടെയും കൽപ്പകം യെച്ചൂരിയുടെയും മകനായി 1952 ഓഗസ്റ്റ് 12-ന് ചെന്നൈയിലായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ജനനം. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയറായിരുന്നു അച്ഛൻ. അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയും. ഹൈദരാബാദിലെ ഓൾ സയന്റിസ്റ്റ് സ്കൂളിലായിരുന്നു യെച്ചൂരിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. 1969-ലെ തെലങ്കാന സമരത്തിന്റെ ഭാഗമായി ഡൽഹിയിലെത്തിയ അദ്ദേഹം ബിരുദവും ബിരുദാനന്തര ബിരുദവുമായി പൂർണ്ണമായി തലസ്ഥാനത്ത് കേന്ദ്രീകരിക്കപ്പെട്ടു. 1973-ൽ സെയിന്റ് സ്റ്റീഫൻസിൽ നിന്ന് എക്കണോമിക്സിൽ BA ഓണേഴ്സും 1975-ൽ JNUവിൽ നിന്ന് MAയും പാസ്സായി. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥിനി നേതാവെന്ന നിലയിൽ തിളങ്ങിയ അദ്ദേഹം SFIയിലൂടെയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത്. 1974-ൽ JNUവിൽ SFIയുടെ ഭാഗമായ യെച്ചൂരി അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം നടത്തിയിരുന്നു. പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. JNUവിൽ തന്നെ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ കാരണം ഗവേഷണം പൂർത്തിയാക്കാനായില്ല. 1977-78 കാലയളവിൽ 3 തവണ JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായിരുന്നു. 1985 പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്ത് CPIM രൂപീകരിച്ച 5-അംഗ സെൻട്രൽ സെക്രട്ടേറിയറ്റിലും യെച്ചൂരി അംഗമായി. 1996-ലെ ഐക്യമുന്നണി സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിയുടെ കരട് തയ്യാറാക്കുന്നതിലും 2004-ലെ UPA സർക്കാരിന്റെ രൂപീകരണത്തിന് സഖ്യം കെട്ടിപ്പടുക്കുന്നതിലും നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1986-ൽ SFIയിൽ നിന്നും പടിയിറങ്ങി. 1975-ലാണ് CPM അംഗത്വത്തിലെത്തുന്നത്. 1985-ൽ നടന്ന 12-ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്വം. 1985-ൽ നടന്ന 12-ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്വം. 1988-ൽ നടന്ന 13-ാമത് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 1992-ൽ പോളിറ്റ് ബ്യൂറോയിലെത്തിയ അദ്ദേഹം 2015-ൽ ജനറൽ സെക്രട്ടറി പദത്തിലെത്തുന്നത്. 9 വർഷമായി ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു. CPM മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററാണ് ഇദ്ദേഹം. 1996-ൽ ഐക്യമുന്നണി സർക്കാരിന്റെ രൂപീകരണ ഘട്ടത്തിലും 2004-ൽ 1-ാം UPA സർക്കാരിന്റെ രൂപീകരണ കാലത്തും പൊതു മിനിമം പരിപാടി രൂപപ്പെടുത്തുന്നതിൽ യെച്ചൂരിയുടെ പങ്കാളിത്തം നിർണായകമായിരുന്നു. 2004-ൽ 1-ാം UPA സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിൽ CPIMന്റെ സാന്നിധ്യം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിലും യെച്ചൂരി നേതൃപരമായ പങ്കുവഹിച്ചു. BJPക്കെതിരായി ഇന്ത്യ സഖ്യം രൂപീകരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാക്കളെ കൂടിയാലോചിപ്പിക്കാനും അഭിപ്രായ ഐക്യം ഉണ്ടാക്കാനും നേതൃപരമായ ഇടപെടൽ യെച്ചൂരി നടത്തിയിരുന്നു. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി ക്ഷയിച്ച ഘട്ടത്തിലും BJP വിരുദ്ധ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന സ്വീകാര്യത യെച്ചൂരിക്കുണ്ടായിരുന്നു. CPMന് പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്.